സുനാമിയെ പോലും തടഞ്ഞു നിർത്തിയ പാരമ്പര്യമുള്ള കണ്ടൽക്കാടുകൾ വേരറ്റു പോകലിന്റെ ഭീഷണി നേരിടുകയാണ്. ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിൽ വലിയ പങ്ക് വഹിക്കുന്ന കണ്ടൽ ചെടികൾ നാശത്തിന്റെ വക്കിലാണ് ഇപ്പോൾ. സ്വാഭാവിക കണ്ടൽക്കാടുകളാൽ സമ്പന്നമായ കൊടുങ്ങല്ലൂരിൽ പുല്ലൂറ്റ്, ആനാപ്പുഴ തുടങ്ങിയ പുഴയോര പ്രദേശങ്ങളിലാണ് കണ്ടൽക്കാടുകൾ സമൃദ്ധമായി വളരുന്നത്. ഉൾനാടൻ വിനോദസഞ്ചാര പദ്ധതികൾക്ക് സാധ്യതയുള്ള കണ്ടൽക്കാടുകൾ നിറഞ്ഞ പ്രദേശങ്ങൾ മേഖലയിലുണ്ടെങ്കിലും അവ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ യാതൊരു നടപടികളുമായിട്ടില്ല. കണ്ടൽക്കാടുകൾ എന്ന് പറയുമ്പോൾ കാടിന്റെ വനത്തിൻ്റെതായ എല്ലാ സവിശേഷതകളും കണ്ടൽക്കാടുകളിലും ഉൾപ്പെടുന്നുണ്ട്. അപ്പം ഇതിനുള്ളിൽ സാധാരണ വനത്തിനുള്ളിൽ കാണുന്ന പോലെ തന്നെ പലതരം ജീവിവർഗത്തിൽപ്പെട്ടവ ജീവിക്കുന്നുണ്ട്. ഉപ്പുകലർന്ന ചതുപ്പ് പ്രദേശങ്ങളിലാണ് കണ്ടൽ ചെടികൾ ധാരാളം ഉള്ളത്. നമ്മൾ മറ്റുള്ള ആവാസ വ്യവസ്ഥകളെ പറ്റി പറയുന്നത് പോലെ അല്ലെങ്കിൽ അവയെപ്പറ്റി പഠനം നടത്തിയതുപോലെ കണ്ടൽക്കാടുകളെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് നമ്മൾ പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ളത് വലിയ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. സാധാരണ കാടുകളെ പോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണിവ. ജലജീവികളുടെ പ്രചരണത്തിലും അവയുടെ വളർച്ചയിലും കണ്ടൽക്കാടുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പലയിടങ്ങളിലും ഇവയുടെ വളർച്ച സ്വകാര്യ ഭൂമിയിലാണെന്നതിനാൽ ഇവയുടെ സംരക്ഷണം നടപ്പിലാക്കുന്നതിൽ തടസ്സം നേരിടുന്നുണ്ട്. പൊതുയിടങ്ങളിലുള്ള കണ്ടൽക്കാടുകൾ നിലനിർത്താനും വളർത്താനും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അത് ഫലപ്രാപ്തിയിൽ എത്തുന്നില്ലെന്നതാണ് വാസ്തവം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.